കെ.എം. മാണിയും പി.സി. ജോർജും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പലരും മനസ്സിൽ ചോദിക്കുന്നുണ്ട്. സ്നേഹിച്ച് ഒടുവിൽ പരസ്പരം ചീത്തവിളിയുടെ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരുവരും നിയമസഭയിൽ വീണ്ടും നേർക്കുനേർ പ്രത്യക്ഷപ്പെട്ടു. അതായത് കെ.എം. മാണിയോട് പി.സി. ജോർജ് ചോദ്യം ചോദിച്ചു. നാട്ടിൽ സ്വല്പം ഓളമുണ്ടാക്കുന്ന ചോദ്യമാണ് പി.സി. ജോർജ് ചോദിച്ചത്. കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്ന നികുതി വർധനയെപ്പറ്റിയായിരുന്നു പി.സിയുടെ ചോദ്യം. മാണിയല്ലേ ആൾ? വിശദമായി ഒരു മറുപടിയും കൊടുത്തു. പി.സി. കൊണ്ടോ വല്ലതും മനസ്സിലാകുന്നു? അമ്മാതിരി ഉത്തരം. ഇതൊരു വലിയ വിപ്ലവകരമായ ഒരു പരിപാടിയാണ്. ഇത് വളരെ 2010-11 മുതൽ ഇതൊന്ന് കേട്ടിട്ട് ഞാൻ വഴങ്ങാം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ പ്രിയപ്പെട്ട പി.സി. ജോർജ് എന്നോട് ചോദ്യം ചോദിക്കാൻ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സാർ, നമ്മുടെ കൃഷിക്കാരുടെ അടിസ്ഥാന നികുതി ഒരു ഏക്കറിന് 40 രൂപയായിരുന്നു. അത് 205 രൂപയ്ക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടാകാത്ത ഒരു നീതി നിർദ്ദേശമാണത്. അത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് കുറയ്ക്കുന്നതിനെ പറ്റി സബ്മിഷൻ പോലെ തന്നിട്ടുണ്ട്. അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഈ കാര്യം സഭയിൽ കുറയ്ക്കും, കൃഷിക്കാരോട് നീതി ചെയ്യും, ഞാൻ ധനകാര്യമന്ത്രിയായിരിക്കും കർഷകനെ ഇതുപോലെ കൊല്ലില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ സഭയിൽ അങ്ങ് സമയം കണ്ടെത്തുമോ? ചോദ്യം കേട്ടയുടനെ മാണി പാർട്ടിക്കാരും പരക്കെ എഴുന്നേറ്റു. കർഷകരെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ പി.സി. ചോദിച്ചിരിക്കുന്നത്. ഉത്തരമെങ്ങാനും കിട്ടിയാൽ ക്രെഡിറ്റ് പി.സിക്ക് പോകരുതല്ലോ. അതുകൊണ്ട് ഇതാ റോഷി അഗസ്റ്റിൻ എഴുന്നേൽക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സബ്മിഷൻ നൽകിയിരുന്നു. തീർച്ചയായിട്ടും അതിന്റെ മറുപടി കുറവ് ചെയ്യും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട സബ്മിഷൻ സഭയിലുണ്ടായിരുന്നു. മറുപടിയും തന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറയണമെങ്കിൽ പറഞ്ഞു. ഭൂമിയുടെ അടിസ്ഥാന നികുതി 40 രൂപയായിരുന്നത് 205 ഷെഡ്യൂൾ പുതുക്കിയതായി. ഇളവുകൾ പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ ആരാ മനസ്സിലായില്ല? താൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്കുക. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ. ഇളവുകൾ പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ അടച്ച നികുതി നമുക്ക് നീക്കുപോക്ക് ചെയ്യാവുന്ന. ഇത് അങ്ങനെ ഉരുളൊരു ദൈവത്തെ ഓർത്ത്. ഇത് കർഷക വർഗത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ മുഴുവൻ കർഷകരും ദുഃഖത്തിലാണ്. ഇത് രാഷ്ട്രീയമായി നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. സാർ, എന്തുകൊണ്ട് അങ്ങ് ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ ഇന്നുകൊണ്ട് തീരുന്ന കാര്യമാണ്. അത് അങ്ങ് പിന്നത്തേക്ക് മാറ്റിവെക്കണോ? പി.സി. ജോർജ് കർഷകന്റെ ശബ്ദം ഏറ്റവും കൂടുതൽ ഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ജോർജ് പറയട്ടെ, അതുകൊണ്ട് എനിക്കിതിന്റെ ഗ്രാഹ്യമുണ്ട്. അത് കുറച്ച് കൂടുതലായി. എനിക്കത് പരാതി കിട്ടിയിട്ടുണ്ട്. എന്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. അതിനുള്ള നീക്കുപോക്കുകൾ വേണ്ട സമയത്ത് ചെയ്യും. കൊല്ലുന്ന രാജാവിനെ കുറിച്ചുള്ള ചൊല്ലിനെ അന്വർത്ഥമാക്കുകയാണ് ഇപ്പോഴും കെ.എം. മാണി. മാണിയുണ്ടോ വഴങ്ങുന്നു? നികുതിയല്ലേ, അത് കൂട്ടേണ്ടതു തന്നെയല്ലേ എന്നാണ് തിരിച്ചുള്ള ചോദ്യം. മാണിക്ക് പറ്റിയ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്ന് എം.എ. ബേബിയും പറയുന്നു. കാരണവും ഒരു പഴയ ചൊല്ലാണ്. മള്ളൂരും കുറച്ച് രൂപയുമുണ്ടെങ്കിൽ ആരെയും കൊല്ലാമെന്ന ആ ചൊല്ല്. സാർ, നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, മള്ളൂർ ഗോവിന്ദപിള്ളയും 10,000 രൂപയുമുണ്ട്, ആരെയും കൊല്ലാം എന്നാണ് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ചൊല്ല്. സാർ, ഇപ്പോ മള്ളൂർ ഗോവിന്ദപിള്ള വളരെ പ്രസിദ്ധനായ ഒരു വക്കീലായിരുന്നു, പ്രത്യേകിച്ച് ക്രിമിനൽ വക്കീലായിരുന്നു. അദ്ദേഹത്തിന് വാദിച്ച് എന്തു തെളിവുകളും എത്ര സൂക്ഷ്മമായി ശേഖരിച്ചു കൊണ്ടുവന്ന് പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന തെളിവുകളെ പോലും അദ്ദേഹത്തിന്റെ വാഗ്ധോരണി കൊണ്ടും അദ്ദേഹത്തിന്റെ നിയമമർമ്മജ്ഞത കൊണ്ടും വാദമുഖങ്ങൾ അടുക്കി അവതരിപ്പിക്കാനുള്ള പ്രാപ്തി കൊണ്ട് പ്രചരിക്കുന്ന ഒരു ചൊല്ലുണ്ട് സാർ. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മള്ളൂർ ഗോവിന്ദപിള്ളയെ പോലെയാണ്. അത്രയും പ്രാഗൽഭ്യമുണ്ട്. ശ്രീ മള്ളൂർ ഗോവിന്ദപിള്ളയ്ക്ക് ഏത് കൊലയാളിയെയും രക്ഷിക്കാൻ 10,000 രൂപ ഫീസ് കൊടുത്താൽ കഴിയുമായിരുന്നുവെങ്കിൽ ഇപ്പൊ ആ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി വന്നിരിക്കുകയാണ് സാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഏത് പട്ടാപ്പകൽ തീവെട്ടിക്കൊള്ള നടത്തിയ ആളെയും തെളിവില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ജാലവിദ്യക്കാരനായി ശ്രീ ഉമ്മൻചാണ്ടി മാറിയതോടുകൂടി അഭിനവ മള്ളൂർ ഗോവിന്ദപിള്ളയായി ഉമ്മൻചാണ്ടി മാറിയിരിക്കുകയാണ് സാർ. മള്ളൂരിന്റെ ഉദാഹരണം ഉമ്മൻചാണ്ടി ഫാൻസിന് പിടിച്ചിട്ടേയില്ല. ഡൊമിനിക് പ്രസന്റേഷൻ ബേബി കൊടുത്ത വടിയുമായി തിരിച്ചടിക്കാൻ ഇതാ വരുന്നു. മള്ളൂർ ഗോവിന്ദപിള്ള എന്ന വക്കീല് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാവാം കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് ജാമ്യം കിട്ടാതെ പോയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സാർ. ഏതായാലും ജാമ്യം കിട്ടിയില്ല, മുൻകൂർ ജാമ്യം.
അതെ, ആശുപത്രി പോയി കിടക്കുക. ബേബി വടി കൊടുത്ത് അടി വാങ്ങിയെന്ന് ചുരുക്കി പറയാം. അതും ഡൊമിനിക് പ്രസന്റേഷനിൽ നിന്ന്. യഥാർത്ഥത്തിൽ കൂടെ ഒരു മള്ളൂരില്ലാത്തതാണ് CPIM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഉണ്ടെങ്കിൽ ഈ കൊലക്കേസുകളിൽ നിന്നെല്ലാം ഊരിപ്പോകാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടാകുമോ? എന്നാൽ മള്ളൂരിൽ നിന്ന് വ്യത്യസ്തനായാണ് ഉമ്മൻചാണ്ടിയെ സാക്ഷാൽ ബാർ കേസിൽ ഹാജരായതിനെ ഞാൻ ന്യായീകരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞപ്പോൾ സാർ മാന്ത്രികൻ ഹിപ്നോട്ടൈസ് ചെയ്താൽ ഞാൻ പോലും വിശ്വസിച്ചു പോയി. ഈ ഹിപ്നോട്ടിസം വിദ്യ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മുഖ്യമന്ത്രി ഒരു മാന്ത്രിക ജാലം കൊണ്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരി. മാത്യു ടി തോമസിന് ഇങ്ങനെയൊക്കെ പറയാം. എല്ലാം അനുഭവിക്കുന്നത് ഉമ്മൻചാണ്ടിയല്ലേ, അതുകൊണ്ട് പിന്തിരിപ്പിക്കാനൊന്നും നോക്കേണ്ട. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ശക്തരിൽ ശക്തൻ. ഈ പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പുറത്ത് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എപ്പോഴും വന്നിരിക്കുന്നതാണ്. അങ്ങ് ഇവിടെ ഇരുന്നപ്പോ ഒരു അലങ്കാരമായിരുന്നു സാർ. അങ്ങ് ഇവിടെ നിന്ന് പോയതോടുകൂടി അങ്ങയുടെ പരാമർശത്തിന് പ്രത്യേകം നന്ദി.